തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലപാതക കേസിൽ പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരൻ. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. പ്രതിയെ സംബന്ധിച്ച് 7 റിപ്പോർട്ടുകൾ കോടതി ആവശ്യപ്പെട്ടു. ശിക്ഷാവിധി ഈ മാസം 21-ന് പ്രഖ്യാപിക്കും. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, ഈ അമ്പലമുക്ക് വിനീത കൊലപാതക കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണല്ലോ. ശിക്ഷാവിധി 21-നാണെന്ന് അറിയുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, 2022 ഫെബ്രുവരി 6-ന് തിരുവനന്തപുരം നഗരമധ്യത്തിൽ പട്ടാപ്പകൽ നടന്ന കൊലപാതക കേസിലാണ്, അമ്പലമുക്ക് വിനീത കൊലപാതക കേസിലാണ് അല്പസമയം മുൻപ് തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് കോടതി പ്രതി രാജേന്ദ്രൻ, തോവാള സ്വദേശിയായിട്ടുള്ള രാജേന്ദ്രൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അലങ്കാരച്ചേരി കടക്കുള്ളിൽ വെച്ച് രാജേന്ദ്രൻ വിനീതയെ കുത്തിക്കൊലപ്പെടുത്തി വിനീതയുടെ 4.5 പവൻ തൂക്കമുള്ള സ്വർണ്ണമാല കവർന്നു എന്നുള്ളതായിരുന്നു ഈ കേസ്. മാത്രമല്ല, സമാന രീതിയിൽ രാജേന്ദ്രൻ തമിഴ്നാട്ടിൽ മുൻപ് നടത്തിയ 3 കൊലപാതകങ്ങളെക്കുറിച്ച് അടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചിരുന്നു. ഈ കേസിൽ, അതായത് മുൻപ് തമിഴ്നാട്ടിൽ നടന്ന 3 കൊലപാതക കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് ഹോട്ടൽ തൊഴിലാളിയായി പേരൂർക്കടയിൽ എത്തിയ ശേഷം ഈ ചെടി വിൽപ്പന കേന്ദ്രത്തിലെ ജീവനക്കാരിയായ വിനീതയെ രാജേന്ദ്രൻ സ്വർണ്ണത്തിനായി കുത്തിക്കൊലപ്പെടുത്തുന്നത്. ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ ശാസ്ത്രീയ സാഹചര്യ തെളിവുകളായിരുന്നു നിർണായകം. പ്രത്യേകിച്ച് പ്രതിയുടെ സഞ്ചാരം വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിവായി നിരത്തി. 118 സാക്ഷികളിൽ 96 പേരെ പ്രോസിക്യൂഷൻ വിസ്തരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് കോടതി പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. വളരെ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി കോടതി ഇന്ന് തേടിയിട്ടുണ്ട്. പ്രതിയുടെ മുൻകാല പശ്ചാത്തലവും മാനസികാവസ്ഥയും അടക്കമുള്ള കാര്യങ്ങൾ അറിയുന്നതിനായി, വിശദമായി അറിയുന്നതിനായി 7 പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ കോടതി ഈ വിധി പ്രസ്താവനത്തിന് മുൻപായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ്, കന്യാകുമാരി ജയിൽ സൂപ്രണ്ട്, തിരുവനന്തപുരം ജയിൽ സൂപ്രണ്ട്, കന്യാകുമാരി ജില്ലാ കളക്ടർ, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ, കന്യാകുമാരി ജില്ലാ പ്രൊബേഷണറി ഓഫീസർ എന്നിവരടക്കം 7 പേരുടെ റിപ്പോർട്ടാണ് 21-ന് മുൻപ് ഒരാഴ്ചയ്ക്കുള്ളിൽ കോടതിയിൽ ഹാജരാക്കണം എന്ന് കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശേഷം 21-ാം തീയതി ഈ റിപ്പോർട്ടുകൾ കൂടി പരിഗണിച്ച ശേഷമായിരിക്കും ഈ കേസിൽ കോടതി ശിക്ഷ വിധിക്കുക, ശിക്ഷാവിധി ഉണ്ടാവുക. അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്നുള്ള കാര്യം ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇയാളുടെ മുൻകാല കൊലപാതക പശ്ചാത്തലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. മുൻകാല കോടതി ക്രിമിനൽ പശ്ചാത്തലം, അതായത് കൊലപാതക പശ്ചാത്തലം അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കണമെന്നും കൂടി പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട, അതായത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ കാലത്ത് നടന്ന ഒരു കേസാണ്. ആ കേസിൽ പലതരത്തിലുള്ള പരിമിതികൾ കേസന്വേഷണത്തിലടക്കം പോലീസിനുണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളിൽ നിലവിൽ ഇപ്പോൾ കോടതി ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുമ്പോൾ പോലീസ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ള എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. GK. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.